ഹലോ, എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ലിപ് കെയറിനെ പറ്റിയിട്ടാണ്. ഞാനിത് ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം വേറൊന്നുമല്ല, മറ്റു വീഡിയോസിലൊക്കെ എന്തെങ്കിലും ലിപ് സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ DIYs ഉണ്ടാക്കണം, അത് അപ്ലൈ ചെയ്ത് കാണിക്കണം, ഷൂട്ട് ചെയ്യണം, ഭയങ്കര പാടാണല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ DIYs ഉണ്ടാക്കി കാണിക്കുന്നൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ സിമ്പിൾ ടിപ്സ് ആണ്, അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ലിപ് കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടല്ലോ, അതുമാതിരി തന്നെ നമ്മൾ ഡെയിലി കെയർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്, ഡെയിലി കെയർ കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ലിപ്സ് എന്ന് പറയുന്നത്. ലിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലിപ്സിന്റെ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിപ്സ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡെയിലി നമ്മൾ നല്ലൊരു കെയർ കൊടുക്കണം. ഓക്കെ, നമ്മൾ കാലത്ത് മോർണിംഗിൽ തന്നെ എണീക്കുമ്പോൾ ബ്രഷ് ചെയ്യില്ലേ, അത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ലിപ്സ് കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാലത്ത് തന്നെ എണീറ്റിട്ട് ഡ്രൈ ആയുള്ള ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഡ്രൈ ലിപ്സിലിട്ട് ഉരയ്ക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല പോലെ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് വെറ്റാക്കിയിട്ട് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് നനച്ച ശേഷം നനഞ്ഞ ബ്രഷ് കൊണ്ട് ഒന്ന് ജെന്റിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പല്ലിലിട്ട് ഉരയ്ക്കുന്ന പോലെ ലിപ്സിലിട്ട് ഉരയ്ക്കരുത്, കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഏരിയ ആണ്. അവിടെ ഇതുപോലെ ഭയങ്കര ഹാർഷായിട്ട് ഉരയ്ക്കാനൊന്നും പാടില്ല, ഭയങ്കര ജെന്റിലായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ നല്ലപോലെ റിമൂവ് ആകും. ഡെയിലി നമ്മൾ ഇതുപോലെ ലിപ്സിലെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ലിപ്സ് ഒന്ന് നരിഷ് ചെയ്യണം. നരിഷ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓയിലുകൾ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, പിന്നെന്താ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം, പശുവിൻ നെയ്യില്ലേ അത് ഉപയോഗിക്കാം, പിന്നെ ഏത് തരത്തിലുള്ള ബട്ടറുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ ലിപ് ബാം ആയാലും ഉപയോഗിക്കാം. നല്ലപോലെ ഒന്ന് നരിഷ് ചെയ്യാം. നരിഷ് ചെയ്യണതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലിപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതിൻ്റെ റിയാക്ഷൻ പെട്ടെന്ന് നമുക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ഈ എന്തെങ്കിലും ഓയിലുകളോ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അബ്സോർബ് ആകും. പിന്നെയും എന്തെങ്കിലും ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊന്തി വരും. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യണത് പിന്നെയും എന്തെങ്കിലും എക്സ്ട്രാ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്ക്രബായിട്ട് കുറച്ച് ഹാർഷായിട്ടുള്ള പാർട്ടിക്കിൾസ് വേണം ഉപയോഗിക്കാൻ. എന്ന് പറയുന്നത് ഷുഗറോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അതൊക്കെ ഉപയോഗിക്കാം. ഞാൻ ചെറുപയർ പൊടിയാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ ഫേവറേറ്റ് ആണ്. വളരെ നല്ലതാണ് കേട്ടോ, നല്ലൊരു മാറ്റം ഉണ്ടാകും. അതൊക്കെ ഇട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നനച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ പിന്നെയും എന്തെങ്കിലും ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ റിമൂവ് ആകും. നിങ്ങൾക്ക് ഷുഗർ ആയാലും ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ സ്ക്രബ് ചെയ്ത ശേഷം അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. സ്കിന്നിലാണെങ്കിലും ലിപ്സിലാണെങ്കിലും ഡെയിലി ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഭയങ്കര എന്താ പറയുക ലോ പ്രൈസിൻ്റെ, അതായത് ഭയങ്കര വില കുറവിൻ്റെ ലിപ് ബാമുകൾ ഒഴിവാക്കുകയാണ് നല്ലത് കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്തുള്ളൂ. അതായത് പെട്രോളിയം ജെല്ലി കൂടുതലുള്ളതാണെങ്കിലും നമ്മുടെ ലിപ്സ് കൂടുതൽ കറുത്തു പോകും, പിന്നെന്താ ഭയങ്കര പിഗ്മെന്റഡ് ആകും. അപ്പം അതിൽ നല്ലത് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള നെയ്യോ അതൊക്കെ ചെറിയൊരു കണ്ടെയ്നറിൽ നമുക്ക് കൊണ്ടു നടക്കാം. എന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. വളരെ നല്ലതാണ് കേട്ടോ, വളരെ മറ്റെന്തിനേലും നല്ലതാണ്. അല്ലെങ്കിൽ ഓയിലുകളായാലും ഈ ഒലിവ് ഓയിലാണെങ്കിൽ പിഗ്മെന്റേഷനൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അതിൽ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട്, അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓയിലുകൾ അപ്ലൈ ചെയ്യാം, ഏത് ഓയിൽ വേണമെങ്കിലും, ആൽമണ്ടോ ഒലിവോ നമ്മുടെ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഒക്കെ വെർജിൻ ആയിരിക്കണം, നല്ല പ്യുവർ ആയിട്ടുള്ള ഓയിലുകളായിരിക്കണം. പിന്നെ എന്ന് പറയുന്നത് നെയ്യ് അപ്ലൈ ചെയ്യാം, പശുവിൻ നെയ്യ് അല്ലെങ്കിൽ വേറെ എന്ത് ബട്ടറുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ഗീ അപ്ലൈ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നല്ല ലിപ് ബാമുകൾ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഈ ഹെമ്പിൻ്റെ ലിപ് ബാം ഉണ്ട്, ഡോക്ടർ ഓർഗാനിക്കിൻ്റെ ഹെമ്പിൻ്റെ ലിപ് ബാമുകളൊക്കെ ഉണ്ട്, വളരെ നല്ലതാണ്. പക്ഷെ അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. മെയ്ബിലിൻ്റെ ബേബി ലിപ്സ് ഉണ്ട്, ലിപ് ബാം ഉണ്ട്, അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം അതിന് പകരം നമുക്ക് ഇതുപോലെയൊക്കെ നെയ്യോ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് പിഗ്മെന്റേഷൻ മാറാൻ, ലിപ്സിൻ്റെ പിഗ്മെന്റേഷൻ മാറാൻ വളരെ പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഡെയിലി ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ നെയ്യ് അപ്ലൈ ചെയ്യാണ്, പശുവിൻ്റെ നെയ്യിൽ ഗീ
അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് മാറിക്കിട്ടും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാറിക്കിട്ടും. പക്ഷെ നിങ്ങൾ നിർത്തരുത്. പിഗ്മെൻറ്റേഷൻ മാറിയില്ലോ ഇനി നിർത്താലോ എന്ന് വിചാരിക്കരുത്. ഡെയിലി നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ലിപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഗീ അപ്ലൈ ചെയ്യാം. അത് വളരെ നല്ലതാണ് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് കേട്ടോ. പിന്നെ ഇവിയോണിൻ്റെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഉണ്ട്. അതും നല്ലതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലെ വൈറ്റമിൻ ഇ ഒക്കെ ചെറിയ കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഡേയും നൈറ്റും ഒക്കെ അപ്ലൈ ചെയ്യാതെ അതും വളരെ നല്ലതാണ്. പിഗ്മെൻറ്റേഷൻ ഒരാഴ്ച കൊണ്ട് മാറിക്കിട്ടും. നിങ്ങൾക്ക് തന്നെ വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരാഴ്ച അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. ബീട്രൂട്ട് ജ്യൂസ് കൊണ്ട് പലരും ലിപ് ബാമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതും വളരെ നല്ലതാണ്. അതൊന്നും ചെയ്തില്ലെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് ചെറിയ കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ലിപ്സിന് കളർ വയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ചെയ്യുന്നത് എന്താണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ. ഒരല്പം ലെമൺ ജ്യൂസിൽ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്സിലൊന്ന് ജെന്റിലായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഒരാഴ്ച ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഡെഡ് സെൽസ് റിമൂവ് ആകാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നത്തെ നമ്മുടെ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് ചെമ്പരത്തി ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ചുവന്ന ചെമ്പരത്തി, അതിൻ്റെ ഇതളെടുക്കുക. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജെല്ല് കിട്ടും. ആ ജെല്ല് നമ്മൾ ലിപ്സിൽ മൊത്തം അപ്ലൈ ചെയ്യുക. അത് വളരെ നല്ലതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സിന് ശേഷം നമ്മുടെ ലിപ്സ് നല്ല പോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്യല്ല, ടൈറ്റ് ആകും, പിടിച്ച് വലിക്കണം മാതിരി തോന്നും. അതുപോലെ നമ്മുടെ ലിപ്സിനൊരു സ്ട്രക്ചർ തരും, നല്ല സോഫ്റ്റ് ആക്കും ലിപ്സിന്, പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ മാറ്റിത്തരും. വളരെ നല്ലതാണത്. അത് എനിക്കിപ്പോൾ ഇവിടെ കിട്ടാനൊന്നുമില്ല, നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതൊരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നല്ല മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയ്ക്കുള്ളൂ, വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിത് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വളരെ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം എന്തായാലും ഉണ്ടാകും. പിന്നെ നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത്, കണ്ടിന്യൂ ചെയ്യണം, തുടർന്നുകൊണ്ടേ ഇരിക്കണം, ഡെയിലി കെയർ ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ വരും, അതിൽ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.